ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ കഴക ജോലിയിൽ തുടരാനില്ലെന്ന് നിയമനം ലഭിച്ച BA ബാലു. താൻ കാരണം ക്ഷേത്രത്തിൽ ഒരു പ്രശ്നമുണ്ടാകരുത്, ദേവസ്വം ഓഫീസ് ജീവനക്കാരനായി തുടരാനാണ് ആഗ്രഹമെന്ന് സൂചിപ്പിച്ച് ഇന്നുതന്നെ ദേവസ്വത്തിന് അപേക്ഷ നൽകുമെന്നും ബാലു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ബാലുവിന്റെ ആവശ്യം സർക്കാരിനെ അറിയിക്കുമെന്നും ഓഫീസിലേക്ക് മാറ്റി നിയമനം നൽകാൻ ദേവസ്വത്തിന് അധികാരമില്ലെന്നും ദേവസ്വം ചെയർമാൻ CK ഗോപിയും വ്യക്തമാക്കി. അതേസമയം ബാലുവിന്റെ പിന്മാറ്റം ഭയം മൂലമെന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചന വിവാദത്തിൽ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പിന്തുണ വർദ്ധിക്കുന്നതിനിടെയാണ് BA ബാലുവിന്റെ അപ്രതീക്ഷിത തീരുമാനം. തന്ത്രിമാരുടെ എതിർപ്പ് തുടരുന്ന സാഹചര്യത്തിൽ കഴകത്തിനില്ലെന്നും ഇക്കാര്യം ദേവസ്വത്തെ അറിയിക്കുമെന്നും ബാലു പറഞ്ഞു. ദേവസ്വത്തിൽ ഓഫീസ് ജീവനക്കാരനായി തുടരാനാണ് തീരുമാനം. ഇക്കാര്യം വ്യക്തമാക്കി ഇന്ന് ദേവസ്വത്തിന് അപേക്ഷ നൽകുമെന്നും തീരുമാനം അംഗീകരിച്ചില്ലെങ്കിൽ നാട്ടിലേക്ക് മടങ്ങുമെന്നും ബാലു ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഞാൻ ബോർഡിന്റെ മുന്നിൽ ഒരു അപേക്ഷ വയ്ക്കുന്നുണ്ട്. കഴകം തസ്തിക തുടരാൻ താല്പര്യമില്ലാന്ന്, നിലവിലെ വർക്കിംഗ് അറേഞ്ച്മെന്റ് ആയിട്ടുള്ള ലാസ്റ്റ് തസ്തികയിലാണ് ആണെങ്കിൽ തുടരുമെന്നും പറഞ്ഞിട്ട് ഒരു അപേക്ഷ വയ്ക്കുന്നുണ്ട്. അപ്പൊ അതില് തീരുമാനം ഉണ്ടാവും എന്താണെന്ന് അറിഞ്ഞിട്ട്. അതായത് കഴകക്കാരനായി തുടരാനില്ല എന്നുള്ളതാണോ? അതെ അതെ അതെ, കഴകം പോസ്റ്റിലേക്ക് വരാൻ എനിക്ക് മാനസികമായിട്ട് താല്പര്യമില്ല. ക്ഷേത്രത്തിൽ കഴകമായി ജോലി ലഭിച്ചപ്പോൾ എതിർപ്പ് പ്രതീക്ഷിച്ചിരുന്നില്ലെന്നും മാർച്ച് 6-ന് ദേവസ്വം കത്ത് നൽകിയപ്പോഴാണ് ഇക്കാര്യം അറിഞ്ഞതെന്നും ബാലു. അതേസമയം വിഷയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ദേവസ്വം അംഗങ്ങൾ പങ്കുവെക്കുന്നത്. കഴകത്തിൽ നിന്നും ഓഫീസ് ജോലികളിലേക്ക് മാറാനുള്ള ബാലുവിന്റെ താല്പര്യം സർക്കാരിനെ അറിയിക്കുമെന്നും പരിഹാരത്തിനാണ് ദേവസ്വം ശ്രമിക്കുന്നതെന്നും ചെയർമാൻ CK ഗോപി പറഞ്ഞു. എന്നാൽ ബാലു പിന്മാറരുതെന്നും ജോലിക്കെത്തിയാൽ കഴകം ഡ്യൂട്ടിയിൽ തന്നെ നിയോഗിക്കുമെന്നും ദേവസ്വം ബോർഡ് അംഗം അജയകുമാർ പറയുന്നു. ബാലു ദേവസ്വത്തിലേക്കോ അഡ്മിനിസ്ട്രേറ്റർക്കോ ഇതുവരെയും അത്തരത്തിലുള്ളൊരു ലെറ്റർ തരികയുണ്ടായിട്ടില്ല. അത്തരമൊരു ലെറ്റർ കിട്ടിയാൽ മാത്രമേ നമുക്കത് നോക്കിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് തീരുമാനിക്കുള്ളൂ. എന്തായാലും കഴകം പ്രവൃത്തിയിൽ തന്നെ വേണം അദ്ദേഹം ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വേറെ വർക്ക് അറേഞ്ച്മെൻറ്റിൻ്റെ പീരീഡൊക്കെ കഴിയും. ഈ ലീവ് കഴിയുന്നതോട് കൂടിയിട്ട് വർക്ക് അറേഞ്ച്മെൻറ്റ് എന്നുള്ള ഇത് മാറ്റും എന്നുള്ള രീതിയിൽ തന്നെയാണ് അന്ന് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കഴകം പ്രവൃത്തിയിൽ തന്നെ അദ്ദേഹം ജോയിൻ ചെയ്യേണ്ടി വരും. രേഖാമൂലം മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കോ അഡ്മിനിസ്ട്രേറ്റർക്കോ ഇതുവരെ അപേക്ഷകളൊന്നും കൊടുത്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും അപേക്ഷകൾ കൊടുക്കുമ്പോൾ അത് മാനേജ്മെൻറ്റ് കമ്മിറ്റി പരിശോധിച്ച് അത് സർക്കാരിലേക്ക് അയച്ച് അതുപോലെ തന്നെ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡിലേക്ക് അയക്കും. അവിടെ നിന്ന് വരുന്ന തീരുമാനം എന്താണോ അതനുസരിച്ച് നടപ്പിലാക്കാൻ മാത്രമേ ദേവസ്വം മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് അധികാരമുള്ളൂ. സർക്കാരും പൊതുസമൂഹവും പിന്തുണ നൽകുമ്പോൾ ബാലു എടുത്ത തീരുമാനം ശരിയായില്ലെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതികരിച്ചു. ഭയം മൂലമാകാം പിന്മാറ്റമെന്നും വിഷയത്തിൽ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് കാത്തിരിക്കുകയാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഭയന്നായിരിക്കും, അവനവിടെ ജോലി ചെയ്യണ്ടേ. ഈ വീട്ടിലെ തന്ത്രിമാരെല്ലാം അടുത്ത് പപ്പുള്ളമാര് അവരെ ഭയന്ന് ആയിരിക്കും. അല്ലാതെ ഇവന് വേറെ സംരക്ഷണം ഒന്നുമില്ലല്ലോ. ഇവന് രണ്ട് തിരുവനന്തപുരത്തുകാരനാരണ്ടല്ലേ. അവനൊരു ആത്മബലം ഇല്ലാത്തതും ആത്മധൈര്യം ഇല്ലാത്ത ആളുമാണ്. സർക്കാരും ദേവസ്വവും ബോർഡും ഒരേ നിലപാട് സ്വീകരിക്കുമ്പോഴും ഈഴവ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന യുവാവിനെ കഴകമായി നിയമിക്കാൻ ആവില്ലെന്നാണ് തന്ത്രി കുടുംബാംഗങ്ങൾ ആവർത്തിക്കുന്നത്. ഇതിനെ മറികടന്ന് ബാലുവിന് ജോലി നൽകാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് തന്ത്രി കുടുംബാംഗങ്ങൾ പറയുന്നത്. ന്യൂസ് മലയാളം, തൃശൂർ.